എല്ലാവർക്കും നമസ്കാരം. കന്നിക്കൂറുകാരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. ഇത് നിങ്ങളെ സംബന്ധിച്ച് പോരാടി വിജയിക്കുന്ന മാസമാണ്. കാരണം 6ാം ഭാവമായ കുംഭരാശിയിൽ ഈ മാസം വലിയൊരു ഗ്രഹസംഗമം നടക്കുകയാണ്. ജ്യോതിഷത്തിൽ 6ാം ഭാവം എന്നത് ശത്രുക്കൾ, കടം, രോഗം, മത്സരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതിനാൽ അവിടെ രാഹുവിനൊപ്പം സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ചേരുമ്പോൾ കന്നിക്കൂറുകാർക്ക് മത്സര പരീക്ഷകളിൽ വിജയം, കോടതി കേസുകളിൽ അനുകൂലമായ വിധി, കടങ്ങൾ തീർക്കാനുള്ള അവസരം എന്നിവ വന്നുചേരും. ഫെബ്രുവരി പകുതി മുതൽ സൂര്യനും രാഹുവും 6ൽ ചേരുന്നതിനാൽ PSC, ബാങ്ക് എക്സാം പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയസാധ്യത അധികരിക്കും. ജോലിസ്ഥലത്തുള്ള നിങ്ങളുടെ ശത്രുക്കൾ താനെ പിന്മാറും. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് തിരക്കേറിയതും എന്നാൽ നേട്ടമുള്ളതുമായ മാസമായിരിക്കും. പഴയ കടങ്ങൾ വീട്ടിൽ തീർക്കാനുള്ള പണം വന്നു ചേരും. ലോണുകൾ എളുപ്പത്തിൽ പാസ്സായി കിട്ടും. പക്ഷേ 6ൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ആഡംബരത്തിന് വേണ്ടി പുതിയ കടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകുന്ന സാഹചര്യമുണ്ടാകും. അതുപോലെ 6ൽ ചൊവ്വയും രാഹുവും ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ വാക്കുതർക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് വരെ പോകാം. അതുകൊണ്ട് ജീവിത പങ്കാളിയോട് ദേഷ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്കിടയിലും തെറ്റിദ്ധാരണകൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. 6ാം ഭാവം രോഗസ്ഥാനം കൂടിയാണ്. അവിടെ 5 ഗ്രഹങ്ങൾ കൂടുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. ഫെബ്രുവരി 23-ന് ചൊവ്വ 6-ലെത്തുമ്പോൾ ചെറിയ മുറിവുകൾക്കോ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾക്കോ സാധ്യതയുണ്ട്. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. ഉത്തരനാളിൽ ജനിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഫെബ്രുവരി 13 മുതൽ അനുകൂല സമയമാണ്. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. അത്തനാളുകാർക്ക് കണ്ടകശനിയുടെ ദോഷം മനസ്സിനെ ബാധിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനോവിഷമം അനുഭവപ്പെടും. എന്നാൽ മത്സരങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ചിത്രനാളുകാർക്ക് ഫെബ്രുവരി 23 മുതൽ അത്ഭുതകരമായ ഊർജ്ജം ലഭിക്കും. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെഡൽ ലഭിക്കാനും യോഗമുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം ആരോഗ്യം ശ്രദ്ധിക്കുകയും പങ്കാളിയോട് തർക്കിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.